ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ സുടുമോന് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഭയങ്കര വാശിയാണ് സുടുമോൻ. അത് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഇടുന്നത്. അപ്പോൾ രാവിലെ തന്നെ എനിക്കിപ്പോൾ സുടുമോൻ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം അമ്മയ്ക്കൊന്ന് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ, ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കിച്ചണിൽ വേഗം കയറി. അപ്പോൾ വേഗം അരി കടപ്പത്തിട്ട് വേഗം അടിച്ചു വരാനും ഇതിനൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റടിക്കാനായിട്ട് പോയി. മുറ്റടിച്ച് വരുമ്പോഴേക്കും വെള്ളം തിളയ്ക്കും. അപ്പോൾ വേഗം അരി ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് രാവിലെ എണീറ്റപ്പോൾ നേരം വൈകിട്ടാണ്. നമ്മൾ ഒന്നാമത്തെ കാര്യം രാവിലെ നേരത്തെ എണീക്കാനായിട്ട് ഇപ്പോൾ തീരെ പറ്റണില്ല. സുടുമോനായിട്ട് ഉറക്കം വളരെ കുറവാണ് കേട്ടോ. ചില ദിവസം 2 മണിയാവും, ചില ദിവസം 2:30 ആവും കേട്ടോ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എണീക്കാനും നേരം വൈകും. ചിലപ്പോൾ എങ്ങനെയായാലും ഒരു 6 മണി 6:30 എന്തെങ്കിലും ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ച് അരി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ അങ്ങനെ അരി വേഗം ഇട്ടു കേട്ടോ. പിന്നെ അച്ഛൻ പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയർ വേഗം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വേഗം അമ്മ അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം ഈ പയർ കൂട്ടാൻ കാച്ചാണ്. അപ്പോൾ അത് മൂടിയിട്ടു കേട്ടോ ഞാൻ അപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചായ എടുത്തു, 2 ഗ്ലാസ് ചായ എടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വേഗം കഴുകി. പിന്നെ അങ്ങനെ രാവിലെ മുട്ട പുഴുങ്ങിയിട്ടാണ്. രാവിലെ വേറൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ലേറ്റായിട്ട് എണീക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ദിവസം നേരത്തെ എണീക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇങ്ങനെ ബ്രെഡും റസ്ക് ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ പയറപ്പോൾ നമ്മൾ മൂടിയിട്ട് വേവിച്ച് നമ്മളിതിൽ പച്ചമുളകാണ് ഇട്ടിട്ടേക്കണത്. നമ്മുടെ സുടുമോനിതിൽ മറ്റ് നമ്മുടെ കുത്തുമുളക് അങ്ങനെ ഇട്ടിട്ട് കാച്ചി കഴിക്കില്ല കേട്ടോ. അപ്പോൾ സുടുവിന് നമ്മൾ അതിൽ കാന്താരി മുളകാണ് കേട്ടോ നമ്മൾ ചേർക്കണത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒരു കൊടുത്താലാണ് ഇത്തിരിയെങ്കിലും സംസാരം വരുള്ളൂ എന്നിങ്ങനെ ഒരു വൈദ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ഇത്തിരി ശരി ഇട്ട് കൊടുത്തേ പിന്നെയാണ് സുഡു അമ്മന്നായാലും അമ്മമ്മന്നായാലും വിളിക്കാനായിട്ട് ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരുകൾക്ക് ഇങ്ങനെ കാന്താരി മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പച്ചക്കറിയിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അത് പറഞ്ഞ് നല്ല എരിവല്ല കേട്ടോ, ഒരു നോർമൽ എരിവ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫുഡിൽ കൂടെ ഇങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു നേരിയ എരിവ് കേട്ടോ. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു എരിവില്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾക്ക് ഇതേപോലെയുള്ള പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സുഡുവിന് അങ്ങനെയാണ് കേട്ടോ കൊടുക്കണത് ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം മുട്ട റോസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് സുഡുമോന് ഇതേ ചായയൊക്കെ കൊടുത്ത് അപ്പോൾ ആൾ നല്ല ഉഷാറൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതേ ഇനി അവൻ്റെ കൂടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. ഞാനിരുന്ന് കളിക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം കയ്യും കാലൊക്കെ പൊന്തിച്ച് ഭയങ്കര കളി തുടങ്ങി. പിന്നെ ഞാൻ അവനിങ്ങനെ കളിക്കാനായിട്ട് ചെണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെണ്ട അങ്ങനെ അവൻ സ്വയം കൊട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ ആൾ കളിയും ചിരിയും. അതിനിടയിൽ ചെറുതായിട്ട് ഫിക്സും വരുന്നുണ്ട് കേട്ടോ സുടുമോൻ. അപ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വീഴും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ നേരെ ഇരിക്കാനായിട്ട് അങ്ങനെ പറ്റണില്ല കേട്ടോ. കൂടെ ഇങ്ങനെ ഫിക്സ് വരണ കാരണം കൊണ്ട് ഇങ്ങനെ വയ്യായി വരണത് ഇപ്പോഴും. ഇടയ്ക്കിട്ട് ഇങ്ങനെ വയ്യായി വന്ന് നമ്മളിപ്പോൾ ഇടയ്ക്കിട്ട് സുടുമോന് നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ടില്ലെങ്കിൽ സുടുമോന് എന്തോ വിഷമമാണ് സത്യം പറഞ്ഞാൽ, അല്ല സുടുവാ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സുടുമോൻ്റെ കാര്യം. അപ്പോൾ സുടുമോനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലൊന്ന് സന്ദർശിക്കണം ഇടയ്ക്കിട്ട്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കണ്ടിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് തന്നെയാവും വയ്യായ വരാട്ടോ. മിക്കതും ഉണ്ട് വയ്യായ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം മീൻ കറി വെച്ചു കേട്ടോ. അപ്പോൾ മീനിപ്പോൾ ഇവിടെ നന്നാക്കിയാണ് കേട്ടോ വേഗം വെക്കാനായിട്ട് വേഗം മേടിച്ച് തന്നപ്പോൾ അവിടെ നിന്ന് സുടുമോൻ്റെ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നന്നാക്കാനായിട്ടൊന്നും നിന്നില്ല, വേഗം നന്നാക്കി മേടിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വേഗം വെച്ചാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പണികളുണ്ടായിരുന്നു. സുടുമോൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും ഈ ഓണം ഇതൊക്കെയൊക്കെ ആയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും അതിനൊന്നിനും പറ്റിയായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടാണ്. ഇപ്പോൾ സുടുമോൻ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ കിടന്നു. അപ്പോൾ ആ സമയം വേഗം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടൊന്ന് വന്നു. സുടുമോൻ്റെ നമ്മുടെ സൈഡിലിടുന്ന ബെഡാണ് കേട്ടത്. അപ്പോൾ അതിങ്ങനെ ഡെറ്റോളൊക്കെ മുക്കിയിട്ട് ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സുടുമോൻ ഇങ്ങനെ ഈ തുമ്മലും ഇതൊക്കെ ഈ അലർജി പോലെ പെട്ടെന്ന് വരും കേട്ടോ, മാറാൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജനാലയുടെ സൈഡും അതൊക്കെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ്
പിന്നെ അത് കഴിഞ്ഞ് വേഗം തുടയ്ക്കാനായിട്ട് തന്നെ വേഗം നോക്കിയിട്ട് സുഡുമോൻ്റെ റൂം നമ്മൾ ആഴ്ചയിലെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സുഡുമോൻ ഈ പറഞ്ഞ പോലെ തുമ്മലും അലർജി ഇതൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. നമ്മൾ കണ്ടിരിക്കില്ല സുഡുമോൻ പെട്ടെന്ന് വയ്യാണ്ടാവും. ചിലപ്പോൾ ഇന്ന് കണ്ട ആളാവില്ല, ഇപ്പോൾ ചിലപ്പോൾ ചില ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഹാപ്പിനെസ് പോവാട്ടോ. ചിലപ്പോൾ രാവിലെ തൊട്ട് ഭയങ്കര കളിച്ചിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഉച്ച തിരിഞ്ഞ് ചിലപ്പോൾ ആളാകെ ഭയങ്കര ഇതാവും. പെട്ടെന്ന് അങ്ങനെ അതേപോലെ പെട്ടെന്ന് തന്നെയാണ് വയ്യായി വരണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതായി നിൽക്കണ കാരണം കൊണ്ട് ഇങ്ങനെ അച്ഛൻ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ. ആരും എവിടെയും പോകണില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് എല്ലാ കാര്യങ്ങളും. അപ്പം ഇപ്പോൾ ചേട്ടനായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെയാണ് നിൽക്കണതും. ചേട്ടൻ്റെ വീട്ടിലിപ്പോൾ 2 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ പോന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡുമോന് തീരെ വയ്യ. പിന്നെ നമ്മൾക്കിവിടെ പെരപണിയും തുടങ്ങിക്കാണല്ലോ, അപ്പോൾ ഇവിടെയും ആളില്ല. അപ്പോൾ നോക്കാനായിട്ട് നമ്മളിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീട് പണിയണത്. അപ്പോൾ ഇവിടെ അച്ഛൻ തന്ന സ്ഥലമാണ്, അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീട് വെക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇപ്പോൾ പെരപ്പണിയൊക്കെ ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. വൈറ്റ് വാഷൊക്കെ അടിച്ച് തുടങ്ങി, പിന്നെ നമ്മുടെ ടൈലൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പണികളിങ്ങനെ ഒതുങ്ങുന്നുണ്ട്. പിന്നെ ഈ ഹാള് നമ്മുടെ എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ, എല്ലാം വൃത്തിയാക്കിയിട്ടിട്ടു. അത് കഴിഞ്ഞത് ഈ സുഡുമോനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കളിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ കവറൊന്നും കൊടുക്കാറില്ല കേട്ടോ. അന്ന് കണ്ണിലിങ്ങനെ കൊണ്ടുപോകാൻ പിന്നെ കൊടുക്കാറില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട അങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ നോക്കണുണ്ട് തൊട്ടടുത്തിരുന്ന്. നമ്മളിങ്ങനെ മാറി പോകുമ്പോഴാണ് കേട്ടോ അവന് ഈ കണ്ണിലിട്ട് ഇതാക്കണത്. അപ്പോൾ ഞാൻ അവനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അപ്പോഴേക്ക് ചേട്ടൻ ഒരു ആവശ്യത്തിന് പോയി കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടൻ അവനെ ഇരുന്ന് ഒത്തിരി നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്താനെ. ഇപ്പോൾ അപ്പോഴേക്കും പോയി ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് അവൻ വണ്ടിയുമ്മ കയറി അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ വണ്ടിയും ഇരിക്കുക അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. വണ്ടിയും ഇരുന്നാൽ തന്നെ പോരാ, അപ്പോഴേക്കും എന്നെ വിളിക്കും കേട്ടോ. അവൻ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ കൂടെ വിളിക്കും വണ്ടിയും. അവൻ കയറി കഴിഞ്ഞാൽ അപ്പം ഞാൻ കയറിക്കൊള്ളണം, അങ്ങനെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എപ്പോഴും വിളിക്കട്ടോ. അതിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കൂ സുഡുമോൻ. അമ്മ കയറിയോ എന്നാണ് കേട്ടോ. അമ്മ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് ബാക്കിലിരിക്കണം. ഒന്നാമത്തെ കാര്യം അച്ഛൻ്റെ കൂടെ അങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് അവന് പറ്റില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ എന്നെ വിളിക്കണത്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച തിരിഞ്ഞായപ്പോഴേക്കും ഞങ്ങൾ കടയിലേക്ക് പോയിട്ടാ. ഓണക്കോടികളൊക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പോയി. അപ്പോൾ കടയിൽ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടാ, ബേക്കറിയിൽ കയറി. അപ്പോൾ ഓരോ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ നമ്മൾ വേഗം കുടിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. പോന്നു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സുഡുമോൻ്റെ അച്ചാച്ചൻ ഓണക്കോടി കൊണ്ടുവന്നേക്കണം കേട്ടോ. അപ്പോൾ അച്ചാച്ചനും കൂടെ വന്നു കഴിഞ്ഞിട്ട് അച്ചാച്ചൻ അങ്ങനെ എടുക്കാനറിയില്ല. അപ്പോൾ അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകും, എനിക്ക് അവൻ്റെ സൈസ് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 3/4 ട്രൗസറും പിന്നെ ഒരു ഷർട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ 2 ജോഡി വീട്ടിലിടാനുള്ളതും മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഡുമോൻ്റെ ഓണം എല്ലാ പ്രാവശ്യവും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ, എന്നാലും ഉണ്ടാവും വീഡിയോ.